ഗിൽമാരാറ് ചേട്ടനെ വിളിച്ച് ഫോൺ വിളിച്ചിട്ട് ഒരാളുടെ വാക്ക് അല്ല, നമുക്കത് വ്യക്തമായുള്ള ഒരു കാര്യം ചേട്ടൻ ചോദിച്ചത് തന്നെയാണ്. എല്ലാവരും പറഞ്ഞൊന്നുമല്ല. അഖിൽമാരാരുടെ സംസ്കാരം എന്താണെന്ന് അഖിൽമാരാർ എന്നെ വിളിച്ച രീതി മനസ്സിലാവും. അപ്പൊ ഓരോ ആളുകൾക്കും ഒരു സംസ്കാരം ഉണ്ടാവും. അവർ ആ രീതിയിലാണ് പ്രതികരിക്കുന്നത്. അത് അയാളുടെ രീതിയിൽ പ്രതികരിച്ചു. ഞാൻ എന്നെ വളർത്തിയ അപ്പനമ്മ എന്നെ പഠിപ്പിച്ചൊരു സംസ്കാരമുണ്ട്. ഞാൻ ആ രീതിയിൽ പ്രതികരിച്ചു. അത്രേ ഉള്ളൂ. വേറെ ഇപ്പൊ പറയുന്നില്ല. ഈ ആൽഫിച്ചേട്ടൻ ആള് കൊള്ളാലോ. ഈ ആൽഫിച്ചേട്ടൻ പറയുന്ന കേട്ടാ വിചാരിക്കും ആൽഫിച്ചേട്ടൻ വെറുതെ വീട്ടിലിരുന്ന് ബിഗ് ബോസ് കാണുന്ന സമയത്ത് അഖിൽമാരാർ ഫോൺ വിളിച്ച് തെറി പറഞ്ഞതാണെന്ന്. എൻ്റെ പൊന്ന ആൽഫിച്ചേട്ടാ, നിങ്ങൾ എന്താ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നമുക്കറിയാം. ഓക്കെ, അത് നിങ്ങൾക്ക് മറന്നു വിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ അത് കാണിച്ചു തരാം. അഖിൽമാരാർ വിന്നറായത് അഖിൽമാരാരുടെ ഭാര്യയോ അമ്മയോ മക്കളെയോ കൂട്ടിക്കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയുമ്പോഴേ അഖിൽമാരാർക്ക് പൊള്ളുള്ളൂ. ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അഖിൽമാരാര് അയാൾ ഒന്നുകിൽ ഇത് പറയുമ്പോൾ അത് കൃത്യമായിട്ട് പറയണം. അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ കൂടി സംശയം നേടലാക്കി പറയുമ്പോൾ എനിക്ക് അഖിൽമാരാർ ചോദിക്കാനുള്ള ചോദ്യം, എങ്കിൽ നിങ്ങൾ ആരെ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് സ്ത്രീയെ കൂട്ടിക്കൊടുത്തിട്ടാണ് നിങ്ങൾ വിന്നറായത് എന്ന ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാൽ അഖിൽമാരാർ എങ്കിൽ ആരെ കൂട്ടിക്കൊടുത്തിട്ടാണ് ഈ ഷോയിൽ വിന്നറായത് എന്ന് എനിക്ക് ചോദിച്ചൂടെ? അല്ലെങ്കിൽ ഈ ഷോയിൽ വിന്നറായ മറ്റാണുങ്ങൾ അവരുടെ വീട്ടിലെ സ്ത്രീകളെ കൂട്ടിക്കൊടുത്തത് എനിക്ക് ചുമ്മാ ഒരു ആരോപണം പറഞ്ഞൂടെ? ഞാനങ്ങനെ പറയുന്നില്ലല്ലോ. അപ്പോൾ ആൽഫിച്ചേട്ടാ, ഇതാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇതിനുള്ള മറുപടി ആയിട്ടാണ് നമ്മുടെ അഖിലേട്ടൻ നിങ്ങളെ വിളിച്ച് ചീത്ത പറഞ്ഞത്. ഓക്കെ, എന്താണ് നിങ്ങൾ പറഞ്ഞത്? വീട്ടിലിരിക്കുന്ന ഭാര്യേനെ അമ്മേനെ മക്കളെയും ചേർത്ത് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ അഖിൽമാരാർ നിങ്ങളെ ഫോൺ വിളിക്കുന്നതും ചീത്ത വിളിക്കുന്നതും. അപ്പോൾ അല്ലാതെ അച്ഛനും അമ്മയും വളർത്തിയതിൻ്റെ ദോഷമായിട്ടല്ല. ഓക്കെ, അച്ഛനും അമ്മയും നല്ലതായിട്ട് വളർത്തിയത് കൊണ്ട് തന്നെയാണ് വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞപ്പം ഇതേപോലെ വിളിച്ച് ചീത്ത പറഞ്ഞത്, അല്ലയോ? എന്നിട്ട് നിങ്ങളിങ്ങനെ നാട് നീളെ നടന്ന് അതവരുടെ എന്താ പറയുക, വീട്ടിൽ നിന്ന് വളർത്തുന്നതിൻ്റെയാണ്, ഞാൻ വീട്ടിൽ നല്ല രീതിയിൽ വളർന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രതികരിക്കുക. എന്തോന്നറിയ ഇത് കാണുന്ന നമ്മളെന്താ പൊട്ടന്മാരാ? ഈ ഓൺലൈൻ മാധ്യമം നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി വന്നത് എന്താണ്? ശരിക്കും നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടി അല്ലേ അഖിൽമാരാർ പറഞ്ഞത് എന്നാണ് ചോദിക്കാൻ വന്നത്. പക്ഷേ നിങ്ങളെന്ത് ചെയ്തു? തോക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വെടിവെച്ചു. അതായത് ഈ ചോദ്യം ചോദിക്കും എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? അതിന് മുമ്പേ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇങ്ങനെയല്ല വളർത്തുന്നത്, എൻ്റെ വീട്ടിൽ നല്ല സംസ്കാരത്തോടു കൂടി വളർത്തുന്നതാണ്, അതുകൊണ്ട് അതിന് മറുപടി ഞാൻ നൈസായിട്ട് പറഞ്ഞു എന്നൊക്കെ പറയുന്നു. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു കാര്യത്തിന് പോയിട്ട് തലവെച്ചു. അതിന് മറുപടിയായിട്ട് അഖിൽമാരാർ നിങ്ങളെ രണ്ട് ചീത്ത വിളിച്ചു. ഇത്രയേ നടന്നിട്ടുള്ളൂ. അതിനെ നിങ്ങളിങ്ങനെ പൊലിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ സിനിമയിലൊരു കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരാൾ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ട് ആ പറഞ്ഞ ആളെ ചീത്ത വിളിക്കുമോ? ഇതിപ്പോൾ അപ്സര അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് പുറത്ത് അഖിൽമാരാർ ഇങ്ങനെ പറഞ്ഞു, ആരുടെയും പേരെടുക്കാണ്ട് പറഞ്ഞു, പേര് പറയാതെ പറഞ്ഞു. നിങ്ങളെന്താ ചെയ്യേണ്ടത്? അഖിൽമാരാറിനെ വിളിച്ചിട്ട് ചോദിക്കുക, അല്ല അഖിലേ, ആരുടെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്? നമ്മുടെ ഭാര്യ ഉണ്ട് വീടിൻ്റെ ഉള്ളിൽ, ബിഗ് ബോസിൻ്റെ ഉള്ളിൽ, അപ്പോൾ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അതിന് നിങ്ങളെന്ത് ചെയ്ത് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു, അവിടെ പോയിരുന്ന് പറയുന്നു അഖിൽമാരാർ അങ്ങനെ പറഞ്ഞു, അഖിൽമാരാർ ജയിച്ചത് അഖിൽമാരാറുടെ വീട്ടിലുള്ളവരെ കൊടുത്തിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണേലും കൊള്ളൂലേ? അപ്പോൾ എന്ത് ചെയ്യും? വിളിക്കും, ചീത്ത പറയും. അത് കേട്ടിട്ട് മിണ്ടാതെ ഇരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ചീത്ത വിളിച്ചതിനെതിരെ പോയി പരാതി കൊടുക്കുക. അതെ, അപ്പോൾ തരും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേറൊരു പരാതിയും കൂടെ വരും. എന്താണ് വരിക? വീട്ടിലിരിക്കുന്ന കുട്ടികളെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് വേറൊരു പരാതിയും കൂടെ വരും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അതിന് നിങ്ങളിങ്ങനെ നാട് നിങ്ങൾ നടന്നിട്ട് അയ്യോ അഖിൽമാരാർ എന്നെ ചീത്ത വിളിച്ച്, അത് അവൻ്റെ സംസ്കാരമാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നിട്ടിപ്പോൾ എന്തായി? നിങ്ങൾ പുറത്ത് നിന്ന് കളിച്ച് അകത്ത് നിന്ന് ഭാര്യ വീട്ടിലേക്ക് വന്ന്, ഇത്രയേ തന്നെ, ഇത്രയേ ഉള്ളൂ.